എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജെം ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു കൊച്ചു മിടുക്കനാണ്. അപ്പോൾ അവൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് എൻ്റെ കൂട്ടുകാരോട് ഒരു ചോദ്യം. നിങ്ങളൊക്കെ കലണ്ടർ ഉപയോഗിക്കാറുണ്ടോ? എന്ത് ചോദ്യമല്ലേ. നമ്മളൊക്കെ കലണ്ടർ നോക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ ജനിച്ച ദിവസം എന്നാണെന്ന് നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മളൊക്കെ കലണ്ടർ നോക്കാറുണ്ട്. എന്നാൽ കലണ്ടർ നോക്കാതെ തന്നെ ഒരു ഡേറ്റ് ഏത് ദിവസമായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കൊച്ചു കൂട്ടുകാരനാണ് എൻ്റെ കൂടെയുള്ളത്. നമുക്ക് പരിചയപ്പെടാം. ആലപ്പുഴ ജില്ലയിലെ തിരുനെല്ലിയിൽ നിന്ന് വരുന്ന ആൽഫിൻ ജോർജ്. ഹായ് ആൽഫിൻ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് തെരേസസ് ഹൈസ്കൂൾ മണപ്പുറം. സെന്റ് തെരേസസ് ഹൈസ്കൂൾ മണപ്പുറം. വീട്ടിലാരൊക്കെയുണ്ട്? പപ്പയുണ്ട്, അമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുണ്ട്, അതായത് പപ്പയുടെ അമ്മയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആൽഫിനെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടു. ആൽഫിനെ എല്ലാവരും കലണ്ടർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? അത് ഞാനിങ്ങനെ ഇവർ ചോദിച്ചതിന് ഇങ്ങനെ ഉത്തരം പറയുമ്പോൾ അവർക്കൊരു അത്ഭുതവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. അതങ്ങനെ ഒരു ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. അതായത് ആരെങ്കിലും ഒരു ഡേറ്റ് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ഏത് ദിവസമാണെന്ന് ആൽഫിന് പറയാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ എന്ന് മുതൽ ആൽഫിന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഓർമ്മയുണ്ടോ? ഒരു 3 വയസ്സ് തൊട്ടാണെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. 3 വയസ്സ് മുതൽ ആൽഫിൻ ഇങ്ങനെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് ഇന്ന ദിവസമായിരിക്കും എന്ന് പറയാറുണ്ട്. വാവ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും സംഭവം അങ്ങനെ എന്തെങ്കിലും ആൽഫിന്റെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഉണ്ട്. അതേതായിരുന്നു? അത് ഒരു ദിവസം എൻ്റെ വല്യമ്മ കസേരയെന്ന് വീണ് കൈയൊടിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ അവരെ കാണാൻ പോയപ്പോൾ ഇന്ന ദിവസം ആണ് അവർ വീണതെന്ന് ഞാൻ പറഞ്ഞു. അന്ന് തൊട്ടാണ് എൻ്റെ പപ്പയും അമ്മയും എൻ്റെ ഈ കഴിവ് ശ്രദ്ധിച്ചു തുടങ്ങി. ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ആൽഫിൻ ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടെന്ന് പേരൻസ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലേ? അപ്പോൾ അതിനുശേഷം ഈ ഒരു ടാലന്റ് വളർത്തിയെടുക്കാനായിട്ട് ആൽഫിൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പ്രാക്ടീസോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഡേറ്റുകളൊക്കെ ചോദിക്കട്ടെ. കറക്റ്റായിട്ട് അത് ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നോക്കും. ഓക്കെ, ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആൽഫിൻ ഇത് ഏതാ വർഷം? ഇത് 2025. 2025. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2026 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? വ്യാഴാഴ്ച. ഉറപ്പാണോ? ഉറപ്പ്. നോക്കട്ടെ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. യെസ്, കറക്റ്റാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മെയ് 1 പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മെയ് ദിനമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ 2026 മെയ് 1 ഏത് ദിവസമായിരിക്കും? വെള്ളിയാഴ്ച ആയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ശരി. അങ്ങനെയാണെങ്കിൽ ആൽഫിൻ ധാരാളം ക്യുസിനൊക്കെ പോകാറുണ്ടല്ലേ? അപ്പോൾ ഈ റീസെൻ്റ്ലി അടുത്തിടയ്ക്ക് ഏതോ ഒരു ക്യുസിന് സമ്മാനം കിട്ടിയെന്നൊക്കെ ഞാൻ കേട്ടല്ലോ. അത് ഏതായിരുന്നു? അത് ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച മെഗാ ഹെൽത്ത് ക്വിസ് കോമ്പറ്റീഷനിൽ ജില്ലാതലത്തിൽ സെക്കൻഡ് കിട്ടിയായിരുന്നു. ഓ, ജില്ലാതലത്തിൽ, അതായത് ആലപ്പുഴ ജില്ലയിൽ തന്നെ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പം ഞാൻ കേട്ടു ഒരു 1/2 മാർക്കിനൊക്കെയാണ് സെക്കൻഡായി പോയതെന്ന് കേട്ടു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ നമുക്ക് ഫസ്റ്റ് ആവാം. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഓഗസ്റ്റ് 15 പ്രത്യേകത എന്താ? സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2026 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ച. ഉറപ്പാണോ? ഉറപ്പ്. ഓക്കെ. 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 2 വർഷം നമുക്ക് മുന്നോട്ട് പോകാം. 2028 ഓഗസ്റ്റ് 15 ആണെങ്കിലോ? ചൊവ്വാഴ്ച. ഉറപ്പാണ്? ഭയങ്കര പെട്ടെന്നാണല്ലോ ഉത്തരമൊക്കെ വരുന്നത്. ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ? എല്ലാ വിഷയവും ഇഷ്ടമാണ്. ഹിസ്റ്ററി ഇഷ്ടമാണ്? ചരിത്രം ഇഷ്ടമാണ്? ക്യൂസിന് പോകുമ്പോഴൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഉത്തരമൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം അറിയാമോ? ഏതാണെന്നറിയാമോ? ശിപ്പായി ലഹള, സിപ്പോയി മ്യൂട്ടണി എന്നൊക്കെ അറിയപ്പെടും. അത് ഏത് വർഷമായിരുന്നു? 1857. അത് ഏത് ദിവസമാണ് തുടങ്ങിയതെന്നറിയാമോ? അതെനിക്ക് ഇല്ല. അപ്പോൾ 1857 മെയ് മാസം 10ാം തീയതിയാണ് ഈ ശിപ്പായി ലഹള തുടങ്ങുന്നത്. നമ്മുടെ മീററ്റ് എന്ന് പറയുന്ന, ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ 2026 മെയ് 10 ഏത് ദിവസമായിരിക്കും? മെയ് 10 ഞായറാഴ്ച. ചോദ്യത്തിന് മുമ്പ് തന്നെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, അത് ഏത് ദിവസമാണ്? ശിശുദിനം. ശിശുദിനം. അതെന്നാ നമ്മൾ ആചരിക്കുന്നത്? നവംബർ 14. നവംബർ 14. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ശിശുദിനമായിട്ട് എന്തുകൊണ്ട് നമ്മൾ ആചരിക്കുന്നു? നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായതുകൊണ്ടാണ്. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ 2026 നവംബർ 14 ശിശുദിനം ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ച ആയിരിക്കും. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ 2027 ആണെങ്കിലോ? ഞായറാഴ്ച ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഉത്തരം അറിയാം. ഇനി ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ആരാ സ്കൂളിൽ? എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം ഉണ്ടല്ലോ, അത് സെപ്റ്റംബർ 5. ഓക്കെ, അപ്പോൾ 2026 സെപ്റ്റംബർ 5 ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ച ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആൽഫിൻ ഹിസ്റ്ററി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ചോദ്യം, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാ ഈ ക്വിറ്റ് ഇന്ത്യ ഡേ? ഓഗസ്റ്റ് 9 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, 2027 ഓഗസ്റ്റ് 9, അതായത് ക്വിറ്റ് ഇന്ത്യ ഡേ 2027 അത് എന്നായിരിക്കും? തിങ്കളാഴ്ച ആയിരിക്കും 2027. ഉറപ്പാണ്. ഓക്കെ, വെരി ഗുഡ്. ശരി, അങ്ങനെയാണെങ്കിൽ ഓസോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ഓസോൺ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസമുണ്ട്, അറിയാം? അതേത് ദിവസം? അത് സെപ്റ്റംബർ 16 ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സെപ്റ്റംബർ 16 എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഓസോൺ സംരക്ഷിക്കാനുള്ള ദിവസമായിട്ട് ആചരിക്കുന്നത്? ഓസോണിലൊരു ഹോള് വീണപ്പോഴാണ് ഒരു സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഭൂമി പതിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ശരി, ഓസോൺ ഇങ്ങനെ എന്താ ഡിപ്ലീഷൻ സംഭവിക്കുന്നത് കൊണ്ട് നമുക്കത് നമ്മുടെ ശരീരത്തിനും ഒക്കെ നമ്മുടെ ഹെൽത്തിനൊക്കെ ഒത്തിരി ദോഷമാണ്. അപ്പോൾ അതിൻ്റെ ഓസോൺ ഡിപ്ലീഷൻ അത് നമുക്ക് തടയാൻ വേണ്ടിയിട്ടാണ്. അത് ആരാ ഈ ഒരു ദിവസം ആചരിക്കുന്നത്? ഏത് സംഘടനയാണെന്നറിയാമോ? UN ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഓസോൺ ദിനം സെപ്റ്റംബർ 16 അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 2028 എടുക്കാം. 2028 സെപ്റ്റംബർ 16 ഏത് ദിവസമായിരിക്കും? 2028 സെപ്റ്റംബർ 16. ശനിയാഴ്ച ആയിരിക്കും. വാവ്, ഗ്രേറ്റ്. യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ജൂലൈ 11 ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? ലോക ജനസംഖ്യാ ദിനം. യെസ്, വെരി ഗുഡ്, ശരിയാണ്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. അപ്പോൾ 2028 എടുക്കാം. 2028 ലോക ജനസംഖ്യാ ദിനം എന്നായിരിക്കും? 2028 ലോക ജനസംഖ്യാ ദിനം, അതായത് 2028 ജൂലൈ 11 ഏത് ദിവസമായിരിക്കും? ചൊവ്വാഴ്ച ആയിരിക്കും. യെസ്, വെരി ഗുഡ്. അപ്പോൾ ആൽഫിൻ, ശരിക്കും പറഞ്ഞാൽ ആൽഫിൻ എന്നെ ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത്. ശരിക്കും ഇപ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് തോന്നാം ഞാൻ നേരത്തെ ആൽഫിനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ ഒരിക്കലുമല്ല. എനിക്കിപ്പോൾ പെട്ടെന്ന് റാൻഡമായിട്ട് എനിക്ക് മനസ്സിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ആൽഫിൻ്റെ അടുത്ത് ചോദിച്ചു. ആൽഫിൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറയുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതൊരു അത്ഭുതമായിട്ട് തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൽഫിൻ്റെ ഈ ഒരു കഴിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, അതിന് നമ്മുടെ ഈ ഒരു ജെം ഷോ ഒരു വേദിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു CMC വിഷൻ കിഡ്സിലൂടെ ഈ ഒരു വീഡിയോ, നമ്മുടെ ആൽഫിൻ്റെ ഈ ഒരു ജേർണി, ഈ ഒരു എന്താ പറയുക ഒരു കഴിവ്, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അതിലൂടെ നമ്മുടെ പ്രോജക്റ്റ് ജെംസിലെ കുട്ടികൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ ഒത്തിരിയേറെ റെക്കോർഡുകൾ നേടുന്ന ഒരു കുട്ടിയായിട്ട് ആൽഫിൻ മാറട്ടെ. അപ്പോൾ ആൽഫിന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുന്നു. നമുക്ക് വീണ്ടും ജെം ഷോയിൽ മറ്റൊരു പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും ആൽഫിനെ കാണാം. അതുവരെ ആൽഫിന് ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ബൈ, താങ്ക് യു.